ഒരു ഉറപ്പ്, നിങ്ങൾക്ക് നെഞ്ചും വിരിച്ച് ഇറങ്ങി വരാം തിയേറ്ററിൽ നിന്ന് ഒടിയൻ കണ്ടിട്ട്. ക്ലൈമാക്സ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. മോഹൻലാലിന്റെ വ്യത്യസ്തമായ ഗെറ്റപ്പുകളാണ് അടിപൊളി. കുറച്ചു കാലം മുന്നേ വരെ മോഹൻലാലിനെ എല്ലാവരും കളിയാക്കിയിരുന്നു. അദ്ദേഹത്തിന് കരിയറിൽ തുടർച്ചയായി ഒരു ലോഡ് ഫ്ലോപ്സും ഉണ്ടായി. ഇതിന്റെ എല്ലാം തുടക്കം ഒടിയനിൽ നിന്നാണ്. ഒടിയൻ അന്ന് അത്രയും പ്രതീക്ഷയോടെ മലയാളത്തിൽ റിലീസായിട്ട് ഒരു ഡിസാസ്റ്റർ ആയ സിനിമയായിരുന്നു. ആ പ്രതീക്ഷകൾക്ക് മെയിൻ ആയിട്ട് 3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഡയറക്ടറുടെ തള്ളുകളായിരുന്നു. ബാഹുബലി എന്ന തെലുങ്ക് ചിത്രം ലോക സിനിമാ ചരിത്രത്തിൽ ഇടം നേടിയതിന് സമാനമായ നേട്ടം ഒടിയൻ മലയാള സിനിമയ്ക്ക് സമ്മാനിക്കുമെന്ന് സംവിധായകൻ VA ശ്രീകുമാർ മേനോൻ. 2, ലാലേട്ടന്റെ ട്രാൻസ്ഫോർമേഷൻ. സിനിമയിലെ യങ് വേഴ്സൺ അഭിനയിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെയുണ്ടായിരുന്ന ഫേസ് സർജറി ചെയ്ത് ലാലേട്ടൻ ഇങ്ങനെയാക്കി മാറ്റി. 3, സിനിമയുടെ ഒടിയൻ കൺസെപ്റ്റും. ഇത്രയും ഹൈപ്പോടെ വന്ന ഒടിയൻ ഒരു വലിയ ഡിസാസ്റ്റർ ആവുകയും അവിടുന്ന് പിന്നീട് ലാലേട്ടന്റെ കരിയർ ഗ്രാഫ് നല്ല രീതിയിൽ താഴേക്ക് പോകാനും തുടങ്ങി. ആ ഒരു ഡൗൺഫോളിനെ കുറിച്ചും അതിനുശേഷമുള്ള കംബാക്കിനെ കുറിച്ചും അറിയാനായിട്ട് ഈ റിലേറ്റഡ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് ഫുൾ വീഡിയോ കാണും.